ഹലോ ഗൈസ്, ഇതെന്താണെന്നറിയോ? ഞങ്ങളെ വീടിൻ്റെ മുകളിലത്തെ പാറയാണ്. ഈ പാറ കയറിയിട്ട് വേണം പോകാൻ. എനിക്ക് വണ്ടിയില്ല, എൻ്റെ വണ്ടി കേടായി. എൻ്റെ വണ്ടി കേടായതുകൊണ്ട് ഞാൻ നടന്നാണ് പോകുന്നത്. അപ്പൂനോട് ചോദിച്ചപ്പോൾ അപ്പൂന് കളിയുണ്ടെന്ന്. ജിതേഷേട്ടനെ വിളിച്ചു. ജിതേഷേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ട് വന്നു. ഞാൻ ജിതേഷേട്ടൻ്റെ കൂടെ പോയപ്പോൾ അപ്പൂൻ്റെ കളി കണ്ടിട്ട് കുറേ ആയി. ഓനിപ്പോൾ അങ്ങനെ ഫുട്ബോളൊന്നും കളിക്കാറില്ല. കുറച്ചായിട്ട് ഓന് ലീവും കിട്ടലില്ല. ഇന്നോന് ലീവാണ്. അപ്പോൾ ഓൻ്റെ കളി കാണാൻ പോകാനായിട്ട് ആഗ്രഹിക്കും. അപ്പോൾ പോണ വഴി കൂടെ ആകുമ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് നല്ല കളി കാണുകയും ചെയ്യാം, എന്നിട്ട് പോവാലോ വിചാരിച്ചു. ഒരു 1-2 സെക്കൻഡൊക്കെ ഞങ്ങൾ അവിടെ നിന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൂന് ഞാനിങ്ങനെ തിരയുന്നു. ജിതേഷേട്ടൻ ഫസ്റ്റ് തന്നെ ഉണ്ട്. ഇതാണ് ഈ വരുന്ന ഓറഞ്ച് ഉണ്ട് അപ്പു. അപ്പോൾ ജിതേഷേട്ടൻ പറയുന്നുണ്ട് എന്നോട് 11 നമ്പറാണ് അപ്പൂൻ്റെ എന്നൊക്കെ. ഏതായാലും ഓനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇനി പോവാമെന്ന് പറഞ്ഞു. എനിക്ക് അധികം സമയം നിൽക്കാൻ പറ്റില്ല, ക്ലിനിക്കിലെത്തണ്ടല്ലോ. അങ്ങനെ ക്ലിനിക്കിൻ്റെ അവിടെ എത്തി. മെഡിക്കൽ ഷോപ്പിലത്തെ നാരായണേട്ടനോടും സുനിയേട്ടനോടൊക്കെ കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഓരോട് വർത്താനം പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് മുകളിലേക്ക് കയറിപ്പോയത്. പിന്നെ നമ്മൾ ഫാസിലും ഫിദയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഒന്ന് സംസാരിച്ചതിന് ശേഷം ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കയറിയാൽ നമ്മളെ ക്ലിനിക്ക് എത്തി ഗൈസ്. ഇതാണ് നമ്മളെ ക്ലിനിക്കിൽ നിന്ന് എന്താ കുറേ ഡോക്ടേഴ്സിൻ്റെ പേരൊക്കെ എഴുതില്ലേ. പിന്നെ തള്ളുക എന്നെഴുതിൻ്റെ ഞാൻ തള്ളിപ്പോയി. ഇവിടെ ആരും കാണാനൊന്നുമില്ല ഗൈസ്, എല്ലാവരും ബിസിയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പോയി നോക്കാം ആരൊക്കെ ഉണ്ട്. മേഡത്തിനെ കണ്ടു. മേഡത്തിന് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ സീറ്റിലേക്ക് പോയിട്ടോ. ഇതാണ് ഗൈസ് എൻ്റെ സീറ്റ്. ഈ സീറ്റിലാണ് ഞാൻ ഇരിക്കാറ്. കമ്പ്യൂട്ടർ, കണക്ക്, ഞാനൊരു കണക്ക് പിള്ളയാണ് ഗൈസ്. ഈ കമ്പ്യൂട്ടർ ഓണാക്കണം, കണക്ക് നോക്കണം, കുറേ എഴുതാനൊക്കെ ഉണ്ടാവും. തലേ ദിവസത്തെ മൊത്തം കണക്കുകളും കാര്യങ്ങളും റെഡിയാക്കിയതിന് ശേഷം പുതിയ ദിവസം തുടങ്ങുന്നതാണ്. അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു. മേഡം എന്തൊക്കെയോ തമാശകളും പറഞ്ഞ് എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. മേഡത്തെ ഇപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, പേഷ്യൻ്റ് വരുമ്പോഴല്ലേ. സാറ് വരുന്നതിൻ്റെ മുന്നേ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുക. അപ്പോൾ എൻ്റെ ഒരുക്കങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ട് സാറ് വരുമ്പോഴൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി. ഇപ്പോൾ നിഷിതേൻ്റെ എന്തൊക്കെയായെന്നും പോയി നോക്കിയതാണ്. നിഷിത അവിടെ ചെയറൊക്കെ താഴ്ത്തി റെഡിയാക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഏതായാലും വന്നിട്ട് ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട് ഇവർ റൂമിൻ്റെ ഉള്ളിൽ. അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്നറിയോ ഗൈസ്, ഞാൻ ലാബൊക്കെ നോക്കിയെന്ന് റെഡിയായോ നോക്കി വന്നപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ ക്യാരറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ക്യാരറ്റ് വേണോ? മേഡാണിത്. ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.